പള്ളിയും ഇതിൻ്റെ ഈ ഒരു സെമിത്തേരിയുമാണ് ജോസഫിലെ ആ നായികയെ അടക്കം ചെയ്തത് അല്ലേ? ഒരു കുതിരേനെ അടക്കം ചെയ്യുന്ന കല്ലറുണ്ടോ? നമ്മളപ്പുറം വന്നിരുന്നു, പക്ഷെ എന്നാലും ഇതിൽ സ്റ്റെപ്പ് കയറിയിട്ടുള്ളൊരു വഴിയാണ്. എന്തുമല്ല എന്തോ തുളസിത്തറയാണോ? തുളസിത്തറ പോലെ. ഇതാണ് വേറൊരു വഴി അല്ലേ? ഇതാണ് നമ്മൾ വന്നത് കൂടാതെയുള്ള മറ്റൊരു വഴി. ആ ഒരു സൗണ്ടാണ് ഇവിടെ ഉള്ളൂ, അത്രയും നിശബ്ദതയാണ് ഇവിടെ. ഈ തറയോടെന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അതൊക്കെ നമ്മളിപ്പോൾ ടൈലായിട്ട് ഉപയോഗിക്കണം, അതൊക്കെയാണ് അല്ലേ? ഹലോ, ക്രേസി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കുട്ടിക്കാനത്ത് പള്ളിക്കുന്ന് പള്ളിക്കുന്ന് CSI ചർച്ചാണ് കേട്ടോ. അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു പള്ളിയും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ജോസഫ് സിനിമയുടെ ലൊക്കേഷനൊക്കെ ആയിട്ടുള്ളതാണ് ഈ ഒരു പള്ളി. കല്ലറയിലെത്തി, കോട്ടയം പള്ളിക്കുന്ന്. കല്ലറയുടെ പ്രത്യേകത എന്താണ്? പള്ളിക്കുന്ന് CSI ചർച്ചാണിത്, കുട്ടിക്കാനം റൂട്ടിൽ. പള്ളിയും ഇതിൻ്റെ ഈ ഒരു സെമിത്തേരിയുമാണ് ജോസഫിലെ ആ നായികയെ അടക്കം ചെയ്തത് അല്ലേ? ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്, ഒരു കുതിരേനെ അടക്കം ചെയ്യുന്ന കല്ലറുണ്ടോ? അയ്യോ, ഡൗണി എ വൈറ്റ് ഹോഴ്സ്. കുതിരയൊക്കെ എങ്ങനെ അടക്കം ചെയ്യുന്നത്? ഈ JD മുൻറോന്നല്ലേ, ആ സായിപ്പിന്റെ കുതിരയായിരുന്നു ഇത്. ശരി. അപ്പോൾ ആ സായിപ്പിനെ ഇവിടെ അടക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുതിരേനെ ഇവിടെ തന്നെ അടക്കം ചെയ്തു. സായിപ്പിന്റെ ആയിരിക്കും ഇനി അത്? അല്ല, സായിപ്പിന്റെ വേറെ അവിടെ. ഇത് അത് സായിപ്പിന്റെ. ജോൺ ഡാനിയൽ. ഇതാണ് സായിപ്പിന്റെ കല്ലറ, ജോൺ ഡാനിയൽ മുൻറോ. നിങ്ങളുടെ കുതിരയായിരുന്നു അത്. ഞാൻ കേട്ടിട്ടുള്ളത് കുതിരയും സായിപ്പും എന്തോ അപകടത്തിൽ മരിച്ചു, അപ്പം അങ്ങനെയാണ് ഇവിടെ അടക്കം ചെയ്തതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അറിയില്ല കേട്ടോ. ഇവിടുന്ന് ആ കോളേജ് കാണാലോ, മരിയൻ അക്കാദമി. മരിയൻ അക്കാദമി അല്ല, കുട്ടിക്കാനം കോളേജിലെ മരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഭാഗത്താണ് മറ്റേ ജോസഫ് ഷൂട്ട് ചെയ്തത്. അതേതാ കറക്റ്റ് ആ ഒരു ഭാഗം അറിയാൻ പറ്റുമോ? ആ മരത്തിൻ്റെ അവിടെയാണോ? അതാണോ? സംശയമുണ്ട്. നമുക്ക് പറ്റിയ താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. എന്തൊരു പച്ചപ്പ്, നല്ല തണുപ്പ് ഇവിടെയൊക്കെ. പള്ളി എന്തായാലും നല്ലൊരു. അതെ. അങ്ങനെ ഞങ്ങൾ ദേ വന്ന് കുട്ടിക്കാനം എത്തി കേട്ടോ. ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്കാണ് മരീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കുട്ടിക്കാനം കോളേജാണ് കാണുന്നത് കേട്ടോ. വരുന്ന വഴിക്കെല്ലാം തന്നെ വാഗമണിലേക്കായാലും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വെയിലാണെങ്കിലും ചൂടില്ല. അങ്ങനെ
അങ്ങനെ നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിലെത്തിയിട്ടോ. ഈ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ സിനിമയില്ലേ, കാർബൺ ഫിലിമിൽ ഫഹദ് ഫാസിലല്ലേ, അതോ ആസിഫോ, സോറി കേട്ടോ. അപ്പോൾ അവർ വന്ന് താമസിച്ച സ്ഥലം, എനിക്കെന്ത് മമതയെ മാത്രമേ ശരിക്കും ഓർമ്മയുള്ളൂ. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഇവിടെ. അതുപോലെ പ്രേതബാധ ഉണ്ടോയെന്ന് പോലും അറിയില്ല, കാരണം അതേപോലെ ചീവീടിൻ്റെ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ആ ഒരു സൗണ്ടാണ് ഇവിടെ ഉള്ളൂ, അത്രയും നിശബ്ദതയാണ് ഇവിടെ. നമ്മൾ ആദ്യം വരുമ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ജീപ്പ്, ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു, ഇത് നോക്കാനായിട്ട് ഇവിടെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ ചേട്ടനെ സിനിമയിൽ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? ഇല്ല, ആളൊരു പ്രായമായിട്ടുള്ള ആളാണ്. ഈ ഒരു സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ നോക്കിക്കേ, ഈ ഒരു ഭാഗം അല്ലേ. ഇതാണ് കുട്ടിക്കാനം അമ്മച്ചി കൊട്ടാരം. ഇവിടെയല്ലേ രാത്രി പുള്ളി വന്ന് കിടക്കുന്നൊക്കെ കാണിക്കുന്നേ. ഈ പേപ്പർ കിടക്കുന്ന കൊടുത്ത്. പക്ഷേ ശരിക്കും കേട്ടോ, നമുക്ക് ആ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം തന്നെയാണ്. പഴയ ഒരു കൊട്ടാരം അല്ലേ. ആ ഒരു ചേട്ടനില്ലേ, ആളാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ വീഡിയോ എടുത്തോ, അകത്ത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഒത്തൊരു കാടിൻ്റെ നടുക്ക് ഈ ഒരു, ഇപ്പം നമ്മൾ വന്നുകൊണ്ട് നമ്മുടെ മാത്രം സൗണ്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഈ ഒരു ചീവീടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. കാർബൺ സിനിമയിൽ കൊച്ചു പ്രേമനാണ് ഇവിടുത്തെ കാര്യസ്ഥനായിട്ട് നടക്കണം. ശരി, അതിന് ഇതാണ് ഒറിജിനുള്ള കൊച്ചു പ്രേമൻ. ഈ ചേട്ടനോട് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇവിടെ 1871 ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും 71 പണിയിപ്പിച്ചതാണ്. 800. ഓ ശരി, 1800 പണി കഴിപ്പിച്ച ബംഗ്ലാവാണിത് എന്നാണ് പറയുന്നത്. ആ ശരി. ഓ തിരുവിതാംകൂർ മഹാരാജാവിന്റെ അല്ലേ, മഹാറാണിയുടെ. ഓ ശരി, തിരുവിതാംകൂർ മഹാറാണിയുടെ വേനൽക്കാല വസതിയാണിത്. ഓ നമുക്ക് ഇതുപോലെ അമ്മച്ചി കൊട്ടാരം വരുമെന്ന് എങ്ങനെയാ? അതുകൊണ്ടാണോ ചേട്ടാ ഇതിന് അമ്മച്ചി കൊട്ടാരം? ഓ അത് ശരി, അങ്ങനെയാണ് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. എന്തായാലും അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്കൊക്കെ ഈ ചൂട് അതുപോലെയുള്ള സമയത്ത് ഇവിടെ വന്ന് സുഖമായി താമസിക്കാം. നമ്മൾ ഇവിടേക്ക് വരുന്ന ഒരു വഴിയില്ലേ, ഈ ഒരു റോഡെയാണ് നമ്മൾ വന്നത്. റോഡെന്ന് പറയാൻ പറ്റില്ല, മണ്ണിട്ട വഴി. ഇതിലേ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ശരിക്കും ഫ്രണ്ട് പോർഷൻ എന്ന് തോന്നുന്നു. നമ്മളപ്പുറം വന്നിരുന്നു, പക്ഷെ എന്നാലും ഇതിൽ സ്റ്റെപ്പ് കയറിയിട്ടുള്ളൊരു വഴിയാണ്. എന്തോ എന്തോ തുളസിത്തറയാണോ? തുളസിത്തറ പോലെ ആയിരിക്കും പണ്ടത്തെ. അപ്പോൾ അവിടെ പറഞ്ഞില്ലേ ആ ഒരു മഹാറാണിയുടെ വേനൽക്കാല വസതിയാണെന്ന്. ഇവിടെ ആയിരിക്കാം തോന്നുന്നു, കാരണം രണ്ട് സൈഡിലും ചെടികൾ ഒക്കെ ഉണ്ട്. ചെമ്പരത്തിയുടെ ചെടിയും ഒക്കെ ഉണ്ട്. ശരിക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം. അയ്യോ അതെ, ഒറ്റയ്ക്ക് വന്നാൽ ശരിക്കും. അതും നമ്മൾ വന്ന സമയം ഇതിപ്പോൾ 12:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ നട്ടു ഉച്ചയ്ക്ക്. എന്നാൽ പോലും ഇവിടെ ചീവീടുകളുടെ ഈ ഒരു സൗണ്ടും ഇരുട്ടും. അവിടെ നോക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു വല്യപ്പനല്ലേ, സമ്മതിക്കണം. ഒറ്റയ്ക്ക് രാത്രി ഇവിടെ താമസിക്കണം. രാത്രി പോയിട്ട് ഒരു നേരത്തെ പോലും നമുക്കിവിടെ തനിച്ച് നിൽക്കാനായിട്ടൊരു പേടി തോന്നും. എല്ലാം ഭക്ഷണവും ഒക്കെ ഇവിടെ തന്നെ പാചകം ചെയ്ത്. ഇതാണ് വേറൊരു വഴിയില്ലേ. ഇതാണ് നമ്മൾ വന്നത് കൂടാതെയുള്ള മറ്റൊരു വഴി. ഫസ്റ്റ് ക്ലാസ്സിലിരുന്ന സ്ഥലത്ത് ഞാനൊന്നിരുന്ന് നോക്കട്ടെ. നല്ല തണുപ്പുണ്ടല്ലേ പൊതുവെ ഇവിടെ. മുകളിലൊക്കെ ഇതെന്താ മരമാണ്, മുകളിലൊക്കെ മരം കൊണ്ട് പഴയ മരങ്ങളായിരിക്കും. ഈ തറയോടെന്ന് പറയുന്ന ഒരു സാധനമില്ലേ പണ്ടത്തെ, നമ്മളിപ്പോൾ ടൈലായിട്ട് ഉപയോഗിക്കാം, അതൊക്കെയാണ് അല്ലേ.
ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ആദ്യം ഒരു മരിയൻ അക്കാദമി കാണിച്ചിരുന്നില്ലേ, ആ മരിയൻ അക്കാദമിയുടെ അവിടെ നിന്ന് ഞങ്ങൾ താഴേക്കുള്ള വഴി, അത് ഗൂഗിൾ ചേച്ചി ചതിച്ചതാണ്. ഞങ്ങൾ ആ ഒരു മാപ്പിട്ട് അതിലേ പോയി കുറച്ച്, പക്ഷെ അത് വഴി തെറ്റിപ്പോയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാനം ജംഗ്ഷൻ അവിടെ നിന്നും തൊട്ട് താഴേക്കൊരു വഴിയുണ്ട് കേട്ടോ. മിസ്റ്റി ഫാക്ടറി ഒക്കെ ഉണ്ട്, ടീ ഫാക്ടറി ഉണ്ട്. ആ ടീ ഫാക്ടറിയുടെ അവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഇങ്ങ് പോന്നാൽ മതി. പക്ഷെ ആ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ദൂരം മാറി കഴിയുമ്പോഴത്തേക്കും അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി മൊത്തം ഒരു കാടിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ചുറ്റിനും കാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ അമ്മച്ചി കൊട്ടാരമൊക്കെ ഞങ്ങൾ കണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചേക്കണ ഒരു സ്ഥലത്തേക്ക്, നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് ഇന്ന് എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മഴ മാറി നിൽക്കുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതെന്താന്നുള്ളത് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അതെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ആയിട്ടൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. താങ്ക് യു.